മാർച്ച് 8 ശനിയാഴ്ച. ലൂക്ക 5:27 മുതൽ 32 വരെ വാക്യങ്ങൾ. ഇന്ന് ലോകം അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്നു. എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കുവാൻ നമുക്ക് ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. യേശു സ്ത്രീകളെ എങ്ങനെ പരിഗണിച്ചോ അതുപോലെ നമുക്കും സ്ത്രീകളോട് പെരുമാറാം. എങ്ങനെയാണ് യേശു സ്ത്രീകളെ വീക്ഷിച്ചത്? പുരുഷന്മാരുമായുള്ള അവരുടെ അന്തർലീനമായ തുല്യതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശു സ്ത്രീകളോടുള്ള ഏറ്റവും ഉയർന്ന ആദരവ് പ്രകടിപ്പിച്ചു. അവരുടെ കൂട്ടായ്മ, പ്രാർത്ഥന, സേവനം, സാമ്പത്തിക സഹായം, സാക്ഷ്യം എന്നിവയെ അവൻ വിലമതിച്ചു. യേശു സ്ത്രീകളെ തൻ്റെ പക്ഷത്തേക്ക് സ്വാഗതം ചെയ്തു. അവരെ പിന്തുണയ്ക്കുകയും അവരോട് പരിഗണന കാണിക്കുകയും ചെയ്തു. വേദനാജനകമായ ഭൂതകാലങ്ങളിൽ നിന്നും, പൈശാചിക നിയന്ത്രണത്തിൽ നിന്നും, അന്യായമായ പെരുമാറ്റത്തിൽ നിന്നും, വൈകല്യമുണ്ടാക്കുന്ന രോഗങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. യേശു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ബഹുമാനത്തോടെയും ആദരവോടെയും പരിഗണിച്ചു. പലപ്പോഴും സമൂഹത്തിലെ ഒഴിവാക്കപ്പെട്ടവരോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോ ആയവരിലേക്ക് എത്തിച്ചേരാൻ അവിടുന്ന് ശ്രമിച്ചു. ഇന്നത്തെ സുവിശേഷത്തിലെ ലേവി എന്ന പേരുള്ള ഒരു ചുങ്കക്കാരൻ്റെ കഥ കാണാം. അദ്ദേഹമാണ് പിന്നീട് അപ്പോസ്തലന്മാരിൽ ഒരാളായ മത്തായിയായി മാറിയത്. ഒരു യഹൂദനായിരുന്നെങ്കിലും ഒരു ചുങ്കക്കാരനായി റോമൻ സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ചു. നികുതി പിരിവുകാർക്ക് ഒരു വിഹിതം എടുക്കാൻ അനുവദിക്കുന്നതിൽ നിന്ന് കൂടുതലായിട്ട് നികുതി പിരിച്ചവരായിരുന്നു ഈ ചുങ്കക്കാർ. തങ്ങൾക്ക് ആവശ്യമുള്ള പണം ശേഖരിക്കുന്നതിനായി അവർ വ്യക്തികളെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. അക്കാലത്ത് ഈ നികുതി പിരിവുകാരെ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നവരും നിന്ദിതരുമായ വ്യക്തികളായി കണക്കാക്കിയിരുന്നു, കൂടാതെ രാജ്യദ്രോഹികളായും. എന്നിരുന്നാലും ലേവി യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവിടെ സമൂലമായ ഒരു മാറ്റം സംഭവിച്ചു. യേശുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വിളിക്കപ്പെട്ട ആദ്യത്തെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായി ലേവി മാറി. കൂടാതെ 4 സുവിശേഷങ്ങളിൽ ഒന്ന് മത്തായിയുടെ പേരിലുള്ളതാണ്. ജനങ്ങൾ ലേവിയെ അയോഗ്യനായി കണക്കാക്കിയെങ്കിലും യേശു അവനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് എന്നെ അനുഗമിക്കുക എന്ന് ലേവിയോട് പറഞ്ഞപ്പോൾ അവനെല്ലാം ഉപേക്ഷിച്ച്, തൻ്റെ പണവും ഉപജീവന മാർഗവും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചത്. തീർച്ചയായും അവന് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ പാപിയായി തുടരുക, അല്ലെങ്കിൽ യേശുവിനോടൊപ്പം ഒരു പുതിയ ജീവിതം നയിക്കുക. ലേവി ഒരു പുതിയ ജീവിതം തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കും ഒരു തിരഞ്ഞെടുപ്പുണ്ട്. മറ്റുള്ളവർ ചിലരെ പാപികളായി കരുതുന്നത് നമുക്ക് ഒഴിവാക്കാം. അവർ ആരായാലും അവരെ സ്നേഹിക്കാൻ തീരുമാനിക്കാം. ഒരു വിധത്തിൽ നമ്മളെല്ലാവരും പാപികളാണ്. എന്നിരുന്നാലും സ്നേഹിക്കാനും ലോകത്തിന് വെളിച്ചമാകാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹത്തിന് നമ്മെ സുഖപ്പെടുത്താൻ കഴിയും. സ്നേഹത്തിന് ആളുകളെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇരുട്ടിനെ എന്നേക്കുമായി അകറ്റാൻ കഴിയുന്ന വെളിച്ചമാണ് സ്നേഹം. ഇന്ന് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് എല്ലാവരോടും, പ്രത്യേകിച്ച് സ്ത്രീകളോട് ആദരവോടെ
നമുക്ക് പെരുമാറാം. ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.